ഇന്നലെ രാത്രിയിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി ഞാൻ ഇന്നലെ താമസിച്ച കാനത്തൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു 8:30 മണിക്ക് ശേഷം ഈ റോഡുകളിലെല്ലാം 100 കണക്കിന് ചെറുപ്പക്കാര് ഈ അലങ്കാരങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സത്യത്തിൽ ഇന്നലെ രാത്രി ഈ ഗോകർണം മുതൽ കന്യാകുമാരി വരെയുള്ള കേരളത്തിൽ ഒരുപക്ഷെ ഇവിടെ ഇന്നത്തെ നമ്മുടെ ഭരണപരമായ അതിർത്തിയായിട്ടുള്ള കേരളത്തിന്റെ ഭൂമിയിലേക്ക് ഒരാൾ ആകാശം വഴി സഞ്ചരിച്ചാൽ ഗ്രാമങ്ങളിൽ നമ്മൾ കാണുന്ന കാഴ്ച എത്ര അത്ഭുതകരമാണ്. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാര് രാത്രി മുഴുവൻ കവലകളും വഴിയോരങ്ങളും ക്ഷേത്ര പരിസരങ്ങളും ഒക്കെ അലങ്കരിക്കുന്ന ഒരു കാഴ്ച. ഇനി ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇതുപോലെ ആകാശത്തൂടെ ദേവന്മാര് സഞ്ചരിച്ചു എന്നിരിക്കട്ടെ, ലക്ഷക്കണക്കിന് അമ്മമാരും കുട്ടികളും കൃഷ്ണന്മാരായും ഗോപികമാരായും കുചേലനായും ശ്രീകൃഷ്ണനായും ഒക്കെ ഉച്ച മുതൽ വേഷം കെട്ടാൻ തുടങ്ങി. ആ വേഷവും ധരിച്ചിട്ട് കേരളത്തെ മുഴുവൻ കോൾമറിൽ കൊള്ളിക്കുന്ന ആവേശഭരിതമാക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. സത്യത്തിൽ ഇത് അത്ഭുതകരമായ ഒരു കാഴ്ചയാണ്. കൃഷ്ണൻ ജനിച്ചത് 5127 വർഷങ്ങൾക്ക് മുൻപാണ്. കലിവർഷം ആരംഭിച്ചിട്ട് 5127 വർഷമായി. കൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തോടു കൂടിയാണ് കലിയുഗം ആരംഭിക്കുന്നത്. അപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞു അതിന്റെ പുറകോട്ട് 125 വർഷം കൂടി ചേർത്താൽ അത്രയും വർഷം മുൻപേ ജനിച്ച ഒരു അവതാര പുരുഷൻ ഈ ഭാരതത്തെ മാത്രമല്ല ഇന്ന് ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുക. കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് കുട്ടികളുടേതായ ഒരു ക്യാമ്പില് പങ്കെടുക്കുമ്പോൾ കാലിന് പരിക്ക് പറ്റിയ ഒരു കൊച്ചുകുട്ടിയെയും കൊണ്ട് ഞാനൊരു ഡോക്ടറുടെ ക്ലിനിക്കിൽ പോയി. അദ്ദേഹം ക്രിസ്തുമത വിശ്വാസിയായ ഒരു ഡോക്ടറാണ്. അദ്ദേഹം ലോകം മുഴുവൻ പ്രവർത്തിക്കുന്ന ഒരു ക്ലബിലെ കേരളത്തിന്റെ ചാർട്ടർ പ്രസിഡന്റാണ്. അപ്പൊ ഞാൻ RSSകാരനാണെന്നും ഈ കൊച്ചുകുട്ടി ശാഖയിൽ ക്യാമ്പിൽ വന്നിട്ട് കാലിന് പരിക്ക് പറ്റിയിട്ടാണ് വന്നത് എന്നൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം ഈ ക്രിസ്ത്യാനിയായ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ മാസം ഞങ്ങളുടെ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ പങ്കെടുക്കാൻ അമേരിക്കയിൽ പോയിരുന്നു. അപ്പോൾ അമേരിക്കയിൽ കണ്ട അത്ഭുതകരമായൊരു കാഴ്ച, അത് കുടുമ വെച്ച് പാളത്താറുടുത്ത് കഴുത്തില് ഒരു വാദ്യ ഉപകരണവും തൂക്കി സായിപ്പന്മാര് കൃഷ്ണ കൃഷ്ണ എന്ന് ശരിക്കും ഉച്ചരിക്കാൻ പറ്റാത്തവര് ഹരേ കിച്ചിന ഹരേ കിച്ചിന ഹരേ രാമ എന്ന് പറഞ്ഞ് നൃത്തം ചെയ്തുകൊണ്ട് പോകുന്നു. എന്ന് മാത്രമല്ല, ഈ ഇസ്കോൺ എന്ന് പറയുന്ന കൃഷ്ണഭക്തി പ്രസ്ഥാനം, അദ്ദേഹം പറഞ്ഞു, റോഡ് സൈഡിൽ നിൽക്കുന്ന എല്ലാവർക്കും അവരുടെ കയ്യിലുള്ള ഭഗവത്ഗീത, ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഭഗവത്ഗീതയുടെ കമന്ററി അത് കൊടുക്കുവാണ്. കൗതുകപൂർവ്വം ജനങ്ങൾ നോക്കുവാണ്, വാങ്ങുവാണ്. അപ്പൊ ഞാനിവിടെ ആരംഭിക്കുമ്പോൾ കൃഷ്ണം വന്ദേ ജഗദ്ഗുരും എന്ന ശ്ലോകം ചൊല്ലിയപ്പോ ആ ശ്ലോകം എഴുതിയ കവി ഈ ശ്ലോകം എഴുതുന്ന കാലത്ത് ഇങ്ങനെ ലോകം മുഴുവൻ കൃഷ്ണനെ പ്രചരിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? പക്ഷെ ലോകം മുഴുവൻ അംഗീകരിക്കാൻ പറ്റിയ ഒരു സന്തുലിതമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നമ്മുടെ അവതാര പുരുഷനായ കൃഷ്ണൻ
എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ലോകം മുഴുവനുള്ള ജനങ്ങൾ കൃഷ്ണഭഗവാന്റെ ദർശനത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ഞാൻ ചൂണ്ടിക്കാണിച്ചത് ലോകമാസകലം ഇന്ന് സ്വീകാര്യനായ ഭഗവാന്റെ ജന്മദിനം ഭാരതം മുഴുവൻ നടക്കുന്നു. ഏറ്റവും അത്യന്തം ആഹ്ലാദമായി കേരളത്തിലും നടക്കുന്നു. നമ്മുടെ ഹിന്ദുധർമ്മത്തിന്റെ വിശാലത കൊണ്ട് ചിലര് സംശയം ചോദിക്കാറുണ്ട്, അല്ല ഇപ്പൊ ഈ വർഷം അതെ ശ്രീകൃഷ്ണ ജയന്തി വടക്കേ ഇന്ത്യയിലൊക്കെ നേരത്തെ കഴിഞ്ഞല്ലോ, കേരളത്തിലൊക്കെ ഇപ്പൊ ഈ സെപ്റ്റംബർ 14 ഈ മാസമാണല്ലോ കൃഷ്ണ ജയന്തി. അതിന് കാരണം കേരളത്തിന് വെളിയിൽ ഭാരതം മുഴുവൻ തന്നെ തിഥിയാണ് ജന്മത്തിനും മരണത്തിനും കണക്കായി എടുക്കുന്നത്. ഇപ്പൊ ശ്രാവണ മാസത്തിലെ കറുത്ത പക്ഷത്തിലെ അഷ്ടമി തിഥി അതാണ് അവർ നോക്കുന്നത്. നമ്മള് ചിങ്ങമാസത്തിലെ കറുത്ത പക്ഷത്തിലെ രോഹിണി നക്ഷത്രം, അഷ്ടമിയും രോഹിണിയും ഒന്നിച്ചു വരുന്ന വർഷങ്ങൾ ഉണ്ടാകാറ്. ഇപ്പൊ ഒരു വ്യക്തിയുടെ ജന്മദിനം ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് സെപ്റ്റംബർ 14 എന്ന് നടത്തുന്നു എന്ന് വിചാരിക്കാം. ആ വ്യക്തിയുടെ ജന്മദിനം തന്നെ മലയാളം കലണ്ടർ അനുസരിച്ച് ചിങ്ങമാസത്തിലെ ഇന്ന ദിവസം എന്ന് ആചരിക്കുന്നുണ്ടെങ്കിൽ വ്യത്യാസമൊന്നുമില്ല, കലണ്ടറിന്റെ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ടാണ് വടക്കൻ ഭാരതത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ഇപ്പൊ കഴിഞ്ഞു. കേരളത്തിലെ ശ്രീകൃഷ്ണ ജയന്തി ചിങ്ങമാസത്തിലെ കറുത്തപക്ഷത്തിലെ ഈ അഷ്ടമി നാളിലാണ്. നമ്മൾ കേരളത്തിൽ വൈഷ്ണവ ഭക്തിയുടെ, വൈഷ്ണവ ആരാധനയുടെ ഒരു തലസ്ഥാനം എന്നിന്ന് നമുക്ക് സ്വാഭാവികമായി വന്നു ചേർന്ന ഗുരുവായൂരപ്പന്റെ ക്ഷേത്രത്തിൽ എപ്പോഴാണോ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത് അതാണ് കേരളത്തിന്റെ മുഴുവൻ പ്രമാണം. അത്രയും പ്രചാരമായി ഗുരുവായൂരപ്പൻ കൃഷ്ണഭക്തിയുടെ പ്രതീകമായി നമ്മുടെ കേരളത്തിൽ നിലകൊള്ളുന്നു. ഇത് കേവലം യാദൃച്ഛികമായി ഉണ്ടായതല്ല. കാരണം ദ്വാരക കൃഷ്ണൻ സ്ഥാപിച്ച 8 നഗരങ്ങളിലെ അവസാനത്തെ നഗരമാണ്. ആ ദ്വാരക കടലിൽ മുങ്ങിപ്പോയതിന് ശേഷം കൃഷ്ണ ഭഗവാനും അദ്ദേഹത്തിന്റെ പൂർവികരും ആരാധിച്ചിരുന്ന വിഷ്ണു വിഗ്രഹത്തെ ഗുരുവും വായുവും, വ്യാഴവും വായുവും കൂടി കൊണ്ടുവന്ന് ആ വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കാൻ പറ്റിയ യോഗ്യമായ സ്ഥലമാണെന്ന് കണ്ടിട്ട് ഇന്നത്തെ ഗുരുവായൂര് സങ്കേതത്തിൽ പ്രതിഷ്ഠിച്ചു എന്നാണ് കഥ. അപ്പൊ ഗുരുവായൂരപ്പൻ എന്നുള്ളത് നമ്മുടെ കേരളത്തിലെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം, ഹൈന്ദവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പോയിട്ടുള്ള എല്ലായിടത്തും, അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഇംഗ്ലണ്ടിലും ഒക്കെ ഗുരുവായൂരപ്പ ടെമ്പിൾ ഉണ്ട്. അപ്പൊ കൃഷ്ണം വന്ദേ ജഗദ്ഗുരും എന്നുള്ള വാക്കിനെ അന്വർത്ഥമാക്കത്തക്കവണ്ണം ഭക്തിയുടെ ശാസ്ത്രത്തിനനുസരിച്ച് കൃഷ്ണ ഭഗവാനെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളും ജ്ഞാനത്തിന്റെ ശാസ്ത്രമനുസരിച്ച് കൃഷ്ണ ഭഗവാനെ പിന്തുടരുന്ന ഭഗവത്ഗീതയുടെ പ്രചാരവും ഇന്ന് വിശ്വം മുഴുവൻ ഉണ്ടായിരിക്കുക. അതിൽ വിശേഷിച്ച് കേരളീയരായ നമുക്ക് അഭിമാനം കൊള്ളണം. ഈ ബാലഗോകുലത്തിലൂടെ ഇത്രയും വ്യാപകമായി കൃഷ്ണ ജയന്തി ആഘോഷിക്കുമ്പോൾ എന്താണ് കൃഷ്ണ ജയന്തിയുടെ സാമൂഹ്യ വശം? ഹിന്ദുക്കളായ നമ്മൾ ഒരു 150 കൊല്ലം മുൻപ് കേരളത്തിൽ ചിന്തിച്ചാൽ ഹിന്ദുക്കൾ എന്നൊരു വിഭാഗം ഇല്ല. നിങ്ങൾ ആരാണ്? ഞാൻ നായരാണ്. നിങ്ങൾ ആരാണ്? ഞാൻ നമ്പൂതിരിയാണ് എന്ന് തുടങ്ങി പൊലയനും പറയനും സാമ്പവനും ഒക്കെ ആയി വിഭജിച്ച് ജീവിച്ചിരുന്നു. അതൊരു കറുത്ത കാലഘട്ടമായി. എല്ലാവർക്കും എല്ലാ ദേവന്മാരെയും പൂജിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഇല്ലാതിരുന്ന ഒരു ദുരന്തകാലം. അതിനെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് നാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയിട്ട് അന്ന് ശിവനെ ആരാധിക്കാൻ അവകാശമില്ലെന്ന് തെറ്റിദ്ധരിച്ചിരുന്ന സമൂഹത്തിന്
ശിവനെ ആരാധിക്കാനുള്ള അവകാശം കൊടുത്തപ്പോൾ അതിനെ നിഷേധിച്ചുകൊണ്ട് ചിലർ വന്നപ്പോൾ ഗുരുദേവൻ പറഞ്ഞു അത്രേ, ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിച്ചത്. അങ്ങനെ പറയേണ്ടിയിരുന്ന ഒരു ദുരന്ത കാലഘട്ടം. എല്ലാ ഹിന്ദുക്കൾക്കും ഒരുമിച്ച് ഒരേ ക്ഷേത്രത്തിൽ വന്നു ചേരാൻ സാധ്യമല്ലാതിരുന്ന കാലഘട്ടം. 1936 തിരുവിതാംകൂർ സർക്കാർ അല്ലെങ്കിൽ അതിനുശേഷവും ഒക്കെ ആയിട്ടുള്ള പരിശ്രമങ്ങൾ കൊണ്ടാണ് 24-നും 36-നും ഇടയിൽ നമ്മുടെ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ക്ഷേത്രപ്രവേശനം ഉണ്ടായത്, എല്ലാ ഹിന്ദുക്കൾക്കും ഒരുമിച്ച്. പക്ഷെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ശോഭായാത്ര കേരളത്തിൽ കഴിഞ്ഞ 50 കൊല്ലമായി നടക്കുമ്പോൾ നമ്മൾ കാണുന്ന അത്ഭുതകരമായൊരു കാഴ്ച, സമ്പൂർണ്ണ ഹിന്ദു സമാജവും ശോഭായാത്രയിൽ പങ്കെടുക്കും. ഞാൻ ഓർക്കുകയാണ്, തമാശയായിട്ട് ഒരാൾ പറഞ്ഞൊരു കാര്യം. കാലടിക്കടുത്ത് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ്, ഒരു 40 കൊല്ലം മുമ്പ് ഒരു ശോഭായാത്ര നടക്കുമ്പോൾ ഒരു കോളനിയിലെ കൊച്ചു കുട്ടികൾ മുഴുവൻ ഈ ശോഭായാത്രയിൽ വന്നിരിക്കുക, കൃഷ്ണനും രാധയും കുചേലനൊക്കെ. അപ്പോൾ ഒരാൾ തമാശക്ക് പറഞ്ഞു, മറ്റു പലർക്കും കൃഷ്ണനാകാൻ പെയിന്റ് അടിക്കണം, ഇവരെ സംബന്ധിച്ച് പെയിന്റിന്റെ ആവശ്യമില്ല, സ്വന്തം ഈശ്വരൻ കൊടുത്ത നിറം തന്നെ കൃഷ്ണന്റെ വർണ്ണമാണ്. പക്ഷെ അവർക്കൊന്നും കൃഷ്ണനുമായി ബന്ധം ഉണ്ടായിരുന്നില്ല. 1983 ഞാൻ എറണാകുളത്ത് സംഘത്തിന്റെ ജില്ലാ പ്രചാരകനായിരിക്കുമ്പോൾ തൊട്ടുകിടക്കുന്ന മുളവുകാട് പഞ്ചായത്തിലെ ഒരു ഗ്രാമത്തിൽ മത്സ്യം പിടിക്കുന്ന ഹിന്ദുക്കളുടെ ഇടയിൽ പോയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡയറിയുടെ മുകളിലുള്ള കൃഷ്ണന്റെ ഫോട്ടോ ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ അനവധി കുട്ടികൾക്ക് അതാരാ എന്ന് അറിയില്ലായിരുന്നു. ജന്മം കൊണ്ട് ഹിന്ദുക്കളാണ്. കാരണം അവിടെ മറ്റു ചില വിഭാഗങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു ആ സമൂഹം. വിദ്യാഭ്യാസമില്ല, കഷ്ടപ്പെട്ട് ജീവിക്കുവാണ്. പക്ഷെ ശ്രീകൃഷ്ണ ജയന്തിയുടെ ആഘോഷം ഇന്ന് കേരള വ്യാപകമായി ഉണ്ടായപ്പോൾ അതിൻ്റെ സാമൂഹ്യ പരിണാമം എന്താണ്? നായരെന്നും നമ്പൂതിരിയെന്നും പറയനെന്നും പൊലയനെന്നും സാമ്പവനെന്നും മറ്റെന്തെങ്കിലും വിഭാഗങ്ങളെന്നുമുള്ള ഭേദവ്യത്യാസമില്ലാതെ സമ്പൂർണ്ണ ഹിന്ദു സമാജവും, സമ്പത്തുള്ളവനും സമ്പത്തില്ലാത്തവനും മുതലാളിയും കൂലിപ്പണിക്കാരനും എല്ലാം നമ്മുടെ ശോഭായാത്രയിൽ പങ്കെടുക്കുന്ന അത്ഭുതകരമായ കാഴ്ച. എറണാകുളത്ത് ഒരു ശോഭായാത്ര നടക്കുമ്പോൾ ഒരു വലിയ വ്യവസായ സ്ഥാപനത്തിൻ്റെ ഉടമയുടെ മകൻ, ആ വ്യവസായ സ്ഥാപനത്തിൽ കൂലിപ്പണിക്കാരനായി ജോലി ചെയ്യുന്ന ഒരാളുടെ മകളുടെ കുട്ടി, ആ കുട്ടിയാണ് ശ്രീകൃഷ്ണൻ. ആ ശ്രീകൃഷ്ണൻ തേരിലിരിക്കുന്നു, ഈ മുതലാളിയുടെ മകൻ ആ തേര് വലിച്ചുകൊണ്ട് പോകുന്നു. സാമ്പത്തികമായ ഭേദവ്യത്യാസങ്ങളില്ലാതെ, ജാതിപരമായ ഭേദവ്യത്യാസങ്ങളില്ലാതെ എല്ലാവരുടെയും കൃഷ്ണനാണ് എന്നൊരു ബോധ്യം കേരളത്തിൻ്റെ മണ്ണിൽ സൃഷ്ടിക്കുന്നതിന് ബാലഗോകുലത്തിൻ്റെ ഈ ബഹുജന സ്വഭാവമുള്ള ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം സഹായിച്ചു. ഇതാവശ്യമായിരുന്നു കേരളത്തിൽ. കാരണം കേരളം അതിൻ്റെ തനിമയിൽ നിന്ന് വളരെ അകന്നുപോയിരുന്നു. അകറ്റിക്കൊണ്ടുപോകുവാൻ പലരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാം കഷ്ടപ്പെട്ട് ശബരിമലയുടെ പവിത്രത രക്ഷിക്കാൻ വേണ്ടി സമരം ചെയ്തതും കേസിൽപ്പെട്ടതും ജയിലിൽ പോയതും ഒക്കെ എന്തായിരുന്നു കാരണം? ഇന്ന് ശബരിമലയിൽ ഭക്തന്മാരുടെ സംഗമം നടത്തുകയാണ് എന്ന് പറഞ്ഞൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയും അവരുടെ ഭരണകൂടവും ശ്രമിക്കുമ്പോൾ എന്താണ് അവരുടെ ഉദ്ദേശം? ഇത് കേരളത്തിലെ ഒരു സാംസ്കാരിക പ്രവാഹത്തെ ദുർബലപ്പെടുത്താനും മലീവസമാക്കാനുമുള്ള സ്വദേശമായ പരിശ്രമമാണ്. ഇത് കേരളത്തിൽ വളരെ കൂടുതലായി. ഇന്നിവിടെ രാവിലെ ഗോപൂജ നടന്നു എന്ന് പറഞ്ഞു. സത്യത്തിൽ ഭാരതത്തിൽ ഗോമാതാവിനെ ആരാധിക്കുന്നതിൽ നിന്ന് ഏറ്റവും പുറകോട്ട് പോയ ഒരു സംസ്ഥാനം നമ്മുടെ കേരളമായി. അതുകൊണ്ടായിരുന്നു ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ ഈ കണ്ണൂർ ജില്ലയിൽ എവിടെയോ ആയിരുന്നു എന്ന് തോന്നുന്നു, ഒരു ഗോമാതാവിനെ വെട്ടിമുറിച്ച് കറി വെച്ചിട്ട് വിതരണം ചെയ്തത് നമ്മുടെ പ്രസ്ഥാനങ്ങളോടുള്ള വിരോധം തീർക്കാൻ. ഇത്തരം ഒരു പ്രവൃത്തി കേരളത്തിന്റെ അതിർത്തിക്ക് പുറത്തവർക്ക് ചെയ്യാൻ സാധ്യമല്ല. കേരളത്തിലും ഗോമാതാക്കളെ ആരാധിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഡച്ചുകാരും പോർച്ചുഗീസുകാരും ഒക്കെ കേരളത്തിൽ വന്നപ്പോൾ സാമൂതിരിയോടും കൊച്ചി രാജാവും ഒക്കെ ആയിട്ടുണ്ടാക്കിയ കരാറിൽ
അവർ പ്രത്യേകം എടുത്തു പറഞ്ഞു, മഹാരാജാക്കന്മാര്, ഞങ്ങളുടെ നാട്ടിൽ പശുവിനെ കൊല്ലാൻ പാടില്ല. അവരുണ്ടാക്കിയ കരാറായി. പക്ഷെ അത് നഷ്ടപ്പെട്ട് ഹിന്ദുക്കൾ പോലും ഗോമാംസം ഭക്ഷിക്കുന്ന തരത്തിൽ അധപ്പതിച്ചിരിക്കുന്ന കേരളത്തിന്റെ സാമൂഹ്യ സാഹചര്യത്തിലാണ് നമ്മൾ ഗോമാതാവിനെ ആരാധിക്കുന്ന ഒരു പുണ്യ ദിവസം ഈ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ഗോപൂജ നടത്തുന്നത്. ഈ കേരളം എന്ന് പറയുന്ന പ്രദേശത്തിന് തൊട്ടുകിടക്കുന്ന ഈ തുളുനാടിന്റെ സ്പർശമുള്ള ഈ മണ്ണിന് തന്നെ നമ്മൾ തെക്കോട്ട് പോകുന്ന കേരളത്തിന്റെ മറ്റ് പ്രദേശങ്ങളെക്കാൾ ഹൈന്ദവമായ ഒരു മുഖച്ഛായയുണ്ട്. ഈ പ്രദേശത്ത് ഇന്ന് വന്ന് ക്ഷേത്രത്തിൽ പോയപ്പോഴും ജനജീവിതത്തിന്റെ പല ചേരുവകളെ നോക്കിയപ്പോഴും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. പക്ഷേ അങ്ങോട്ട് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള കേരളത്തിലാണ് നമ്മൾ കൃഷ്ണ ഭഗവാനെ ജനഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാൻ, കൃഷ്ണ ഭഗവാനിലൂടെ സനാതന ധർമ്മത്തിന്റെ മൂല്യങ്ങളെ പ്രതിഷ്ഠിക്കാനായി പുറപ്പെട്ടത്. അത് വിജയിച്ചു. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന മുതിർന്ന പ്രവർത്തകന്മാർ 43 കൊല്ലമായി ഈ മുളിയാർ ഭാഗത്ത് ശോഭായാത്രയൊക്കെ നടക്കുന്നു. ആരംഭിക്കുന്ന കാലത്തെ ജനപിന്തുണയും അന്നത്തെ ജനപങ്കാളിത്തം ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഞങ്ങളൊക്കെ ഈ പറഞ്ഞ 50 കൊല്ലങ്ങൾക്ക് മുമ്പ് ശോഭായാത്രയും കൊണ്ട് നടന്ന കാലത്ത് ഞാൻ ജനിച്ചു വളർന്ന വടകര പട്ടണത്തിന് വളരെ ശുഷ്കമായ ശോഭായാത്രയാണ്. പക്ഷെ ഇന്ന് കേരളത്തിലെ ഒരു പട്ടണവും അങ്ങനെയല്ല. സമ്പൂർണ്ണ ഹിന്ദു സമാജവും, നേരത്തെ ഇവിടെ പരാമർശിച്ചതുപോലെ ഹിന്ദുക്കളല്ലാത്തവരും, മലപ്പുറം ജില്ലയിലൊക്കെ ഇപ്പോഴ് മുസ്ലിം സഹോദരന്മാരുടെ ക്ലബ്ബുകൾ ഈ ശോഭായാത്ര നടക്കുന്ന വഴിയിൽ കുട്ടികൾക്ക് നാരങ്ങ വെള്ളം കൊടുക്കുന്നു, മിഠായി കൊടുക്കുന്നു, ലഡു കൊടുക്കുന്നു. കാരണം ഹൈന്ദവ സമാജത്തിന്റെ അടിസ്ഥാനപരമായ സംസ്കാരം ഇതര മതങ്ങളെ ദ്വേഷിക്കലല്ല. എല്ലാ മതങ്ങളുടെയും തത്വം ഒന്നാണ്. ഏത് പേരിൽ വിളിച്ചാലും ഒരേ ഈശ്വരനിലാണ് എത്തുന്നത്. ഈ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കുന്ന ഹിന്ദുക്കളെ യഥാർത്ഥമായി മനസ്സിലാക്കുന്ന മറ്റ് മതസ്ഥർ അവരും ശ്രീകൃഷ്ണ ജയന്തിയെ പ്രശംസിക്കുന്നുണ്ട്, സഹകരിക്കുന്നുണ്ട്. കോഴിക്കോടാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശോഭായാത്ര നടക്കാറ്. കോഴിക്കോട് പട്ടണത്തിൽ നടക്കുന്ന ശോഭായാത്ര കാണാൻ കല്ലായിലും മാങ്കാവിലും അതുപോലെ തന്നെ പാളയത്തും ഒക്കെ വന്നുകൂടി നിൽക്കുന്ന ജനങ്ങൾക്കിടയിൽ ആയിരക്കണക്കിന് മുസ്ലിം സഹോദരിമാർ അവർ പർദ്ദയൊക്കെ നിൽക്കും. പക്ഷെ ഉണ്ണിക്കണ്ണൻ പോകുമ്പോൾ ഈ നിൽക്കുന്ന ഇതര മതസ്ഥരാണെങ്കിൽ പോലും അവരുടെ മുഖത്ത് വിരിയുന്നതായ ഒരു ചിരി, ഒരു കൗതുകം, ആ കൃഷ്ണ ഭഗവാന്റെ ലീലകൾ അവരെവിടെയൊക്കെയോ കേട്ടതിൽ നിന്ന് അവരുടെ മനസ്സിൽ പൊട്ടി വിരിയുന്നതായ ഒരു സന്തോഷം അത്ഭുതകരമാണ്. അപ്പൊ നമ്മുടെ ഹിന്ദുക്കളുടെ ഇതിഹാസങ്ങളിൽ ഒന്ന് മഹാഭാരതവും ഒന്ന് രാമായണവും. മഹാഭാരതത്തിന്റെ കേന്ദ്രബിന്ദു കൃഷ്ണ ഭഗവാൻ, രാമായണത്തിന്റെ കേന്ദ്രബിന്ദു ശ്രീരാമചന്ദ്ര ഭഗവാൻ. ഈ 2 അവതാര പുരുഷന്മാരും മഹാഭാരതത്തിലൂടെയും ഭാഗവതത്തിലൂടെയും രാമായണത്തിലൂടെയും ഭാരതം മുഴുവനുള്ള ഗ്രാമങ്ങളിൽ സഞ്ചരിച്ച് വളർന്ന് വികസിച്ച് പ്രവഹിച്ച് നമുക്ക് ഓരോരുത്തരും തോന്നുകയാണ് കൃഷ്ണൻ നമ്മുടെ നാട്ടിലാണ് ജനിച്ചത്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ നമ്മുടെ അമ്മൂമ്മമാര് കുട്ടികളോട് കഥ പറഞ്ഞു കൊടുത്തിരുന്നപ്പോ ആ മണ്ണ് വാരി തിന്ന കണ്ണന്റെ ചെവി യശോദാമ്മ പിടിച്ച് തിരിച്ചപ്പോ വായ പൊളിച്ച കൃഷ്ണൻ കാണിച്ച ഭൂലോകം മുഴുവനും സൂര്യനും ചന്ദ്രനും പാമ്പും പഴുതാരയും ഒക്കെ കണ്ടു എന്ന് അമ്മൂമ്മ പറയുമ്പോ ആ കുട്ടിയുടെ മനസ്സിലും അമ്മൂമ്മയുടെ മനസ്സിലും കൃഷ്ണൻ ഉത്തർപ്രദേശിലെ മധുരയിലാണ് ജനിച്ചത് എന്നില്ല, സ്വന്തം ഗ്രാമത്തിൽ ജനിച്ച ഒരു കൃഷ്ണനെ പോലെയാണ്. അപ്പൊ ഇത്രമാത്രം സാരൂപ്യം കൃഷ്ണ ദർശനവുമായി കൃഷ്ണ വിശ്വാസവുമായി നമുക്കുണ്ടായിരുന്നു. കൃഷ്ണനെ മാതൃകയാക്കി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. അവിടെയാണ് ബാലഗോകുലത്തിന്റെ പ്രസക്തി. നമ്മുടെ കേരളത്തിൽ പാഠപുസ്തകത്തിനകത്ത് അക്കിത്തം എഴുതിയ ഒരു കവിത, ആ കവിതയിലെ ഒരു വരി അവസാനിക്കുന്നത് അമ്പാടി കണ്ണന്റെ ചേലാണ് എന്നാണ്.
അപ്പൊ അമ്പാടിക്കണ്ണന്റെ ചേലാണ് എന്ന് പറഞ്ഞാൽ മതേതരത്വമൊക്കെ തകർന്നു പോവില്ലേ? അങ്ങനെ അമ്പാടിക്കണ്ണന്റെ ചേലെന്ന് പറയാമോ? അതുകൊണ്ട് ടെക്സ്റ്റ് കമ്മിറ്റിക്കാര് അക്കിത്തത്തിന്റെ വരി തിരുത്തിയിട്ട് ഞാവൽപ്പഴത്തിന്റെ ചേലാണ് എന്നാക്കി മാറ്റി. ഇതാണ് കേരളം ഇന്നത്തെ. കൃഷ്ണ ഭഗവാനെ പറ്റിയുള്ള ചെറുശ്ശേരിയുടെ കൃതികൾ, നേരത്തെ ഇവിടെ പരാമർശിച്ച പൂന്താനത്തിന്റെ കൃതികൾ, എഴുത്തച്ഛന്റെ കൃതികൾ, അത്യന്തം മനോഹരമായ ഇത്തരം ഭാഷാ ശൈലികൾ വളർത്തുന്ന കൃതികൾ ഉപേക്ഷിച്ചിട്ട് ഇന്ന് വേടന്റെ കവിത പഠിപ്പിക്കാൻ പോവുകയാണ്. അച്ഛനെ പിടിച്ച് കുത്ത്, അച്ഛന്റെ ചോരയെടുത്ത് ഐസ്ക്രീം ഉണ്ടാക്കുക എന്നൊക്കെ പാടുന്ന പാട്ടാ. അത് പാടി പ്രാന്തളകിയതുപോലെ ചാടുന്നതാണ് ഇന്നത്തെ സാംസ്കാരിക ധാര. ഇതിൽ നമ്മുടെ കുട്ടികളും പെട്ടുപോയാൽ എന്താ സ്ഥിതി? അർത്ഥമറിയാതെ അനാവശ്യമായ വേഷം കെട്ടലുകളുടെ പുറകെ പോവുകയാണ്. ബാല്യം ഇവിടെ എഴുതിയില്ലേ? ഗ്രാമം തളരൊരുക്കട്ടെ, ബാല്യം സഫലമാകട്ടെ. നമ്മുടെ ബാല്യം ഇന്ന് സഫലമാകുന്നുണ്ടോ? ഇടയ്ക്ക് ഞാൻ ഗുരുവായൂരിനടുത്തൊരു ഗ്രാമത്തിൽ നിന്ന് എറണാകുളത്തേക്ക് വരാൻ നിൽക്കുമ്പോൾ ഒരു പ്രവർത്തകൻ പറഞ്ഞു, നാളെ രാവിലെ എയർപോർട്ടിൽ ഒരു അമ്മയെ കൂട്ടാൻ മക്കള് ഒരു കാറിൽ പോകുന്നുണ്ട്, ചേട്ടന് അതിൽ പോകാം, അവര് എറണാകുളത്താക്കും. വഴിയിൽ എറണാകുളത്തുള്ള കാറ് വന്ന് ഞാനിതിൽ പോകാമെന്നുള്ള നിലയിൽ ഈ കാറിൽ കയറിയപ്പോൾ അതിലിരിക്കുന്ന 2 കുട്ടികളിൽ 10ാം ക്ലാസ്സുകാരനായ ഈ ഖത്തറിൽ നിന്ന് വരുന്ന അമ്മയുടെ മകൻ, അവൻ്റെ പാൻറ്റിൻ്റെ 2 മുട്ടിൻ്റെ ഭാഗവും കീറിയിരിക്കുക. അപ്പം ഞാൻ ആ കൊച്ചുകുട്ടിയോട് തമാശയോട് പറഞ്ഞു, മോനെ, അമ്മ വന്നാൽ പുതിയ പാൻറ്റ് വാങ്ങിത്തരാൻ പറയൂ, പഴയതൊക്കെ കീറിപ്പോയി എന്ന്. അപ്പോൾ ഇവൻ കുറച്ച് ക്രോധത്തോടുകൂടി എനിക്ക് ഈ ലോകത്തെ പറ്റിയൊന്നും അറിയില്ല എന്നുള്ള മട്ടിൽ എന്നോട് പറയാണ്, അത് കീറിപ്പോയതല്ല, അത് ഫാഷനാ. അപ്പോൾ അർത്ഥമില്ലാതെ ഇത്തരം ആരോ കാണിച്ച ചില കാര്യങ്ങളുടെ പുറകെ നമ്മുടെ ബാല്യം സഞ്ചരിക്കുകയാണ്, ആൺകുട്ടികളും പെൺകുട്ടികളും. മുൻപൊക്കെ ഞങ്ങളൊക്കെ കണ്ടിരുന്നത് പട്ടണങ്ങളിൽ ആൺകുട്ടികൾ പെൺകുട്ടികളുടെ തോളിൽ കൈയിട്ടിട്ട് അവരെ സ്വാധീനിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചകളാണ്. ഇന്ന് തിരിച്ചാ. ഈ കാപ്പാട് കടപ്പുറത്ത് വാസ്കോഡിഗാമ വന്നിറങ്ങിയ സ്ഥലത്ത് വലയുണക്കാൻ വേണ്ടി ആ കൊയിലാണ്ടി കടപ്പുറത്തെ മുക്കുവന്മാര് അവരുടെ ജോലി കഴിഞ്ഞിട്ട് വലയുണക്കാൻ പോകും. അപ്പം എന്നോട് അതിൽ ജോലി ചെയ്യുന്ന ഒരാൾ പറഞ്ഞു, ചേട്ടാ, ഞങ്ങൾക്ക് ചില സ്ഥലത്തൊന്നും നോക്കിക്കൂടാ, നാണം ഉണ്ടെങ്കിൽ അങ്ങോട്ട് നോക്കാതെ നടന്നോളാം. വിനോദസഞ്ചാര മേഖലയാണ്. അപ്പം വൃത്തികെട്ട സദാചാരരഹിതമായ മൂല്യരഹിതമായ ഒരു പന്ഥാവിലേക്ക് നമ്മുടെ കൊച്ചുകുട്ടികൾ വഴുതി വീഴുമ്പോൾ, നേരത്തെ ഇവിടെ പറഞ്ഞ മയക്കുമരുന്നിൻ്റെയും ഒക്കെ തന്നെ വലിയ അപകടങ്ങൾ, ആരാണ് അവരെ രക്ഷിക്കേണ്ടത്? വീട്ടിൽ എണ്ണിച്ചുട്ട അപ്പം പോലെ 1ഉം 2ഉം മക്കളെ ഉള്ളൂ. ആ കുട്ടികളെ ശാസിക്കാൻ അച്ഛനും അമ്മക്ക് പേടിയാണ്. പണ്ട് കുട്ടികൾക്കാണ് അച്ഛനും അമ്മയും പേടി, ഇപ്പൊ അച്ഛനും അമ്മക്ക് കുട്ടികളെ പേടിയാണ്. കാരണം എന്തെങ്കിലും പറഞ്ഞാൽ, എന്തെങ്കിലും ചെയ്താലോ, എന്തെങ്കിലും ചെയ്യും. 5ാം ക്ലാസ്സുകാരൻ തൂങ്ങി മരിക്കുന്നു. അപ്പൊ അർത്ഥരഹിതമായ ലക്ഷ്യരഹിതമായ വഴിയിൽ നമ്മുടെ പുതിയ തലമുറ സഞ്ചരിക്കുമ്പോൾ ആ തലമുറയ്ക്ക് മൂല്യബോധം കൊടുക്കാനുള്ള പരിശ്രമം ഒരു കുടുംബം എന്നുള്ള നിലയിൽ നമ്മൾ നടത്തണം. ഓരോ ഗ്രാമത്തിൻ്റെയും ബാധ്യതയാണ്. സത്യത്തിൽ ഈ കേരളത്തിൽ നമ്മളിപ്പോൾ രാമായണ മാസം ആരംഭിച്ചു 82 മുതൽ. ഞങ്ങളൊക്കെ പുതിയ തലമുറയിൽപ്പെട്ട കോളേജ് കുട്ടികളെയും സ്കൂൾ കുട്ടികളെയും ഇരുത്തിയിട്ട് രാമായണം വായിക്കാൻ പറയുമ്പോൾ മലയാള ഭാഷ കൂട്ടി വായിക്കാൻ അറിയാത്ത ഗതികേടിലാണ്. കന്നഡ നാട്ടിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ആകെ വാട്സപ്പ് ഭാഷയെ അറിയുള്ളൂ. ഒരു ഭാഷയിലെ കവിത, ഒരു ഭാഷയിലെ സാഹിത്യം, അവനവൻ്റെ മാതൃഭാഷയുടെ സാഹിത്യം, അത് ആസ്വദിക്കാൻ കഴിവില്ലാത്ത ബാല്യം, അർത്ഥരഹിതമായ ഫാഷനുകൾ എന്ന് പറഞ്ഞതിൻ്റെ പുറകെ പോകുന്ന ബാല്യം, മനുഷ്യ സംസ്കാരത്തിൻ്റെ നിയന്ത്രണങ്ങൾ ഉപേക്ഷിച്ച ബാല്യം,
തങ്ങൾക്ക് ജന്മം നൽകിയ അച്ഛനമ്മമാരെ ആരാധിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പാരമ്പര്യത്തിൽ നിന്ന് അകന്നുപോയ ബാല്യം. മാതൃഭൂമി എന്നുള്ളത് എന്താണെന്ന് അറിയില്ല. ഞാൻ കറുകച്ചാൽ എന്ന് പറയുന്ന ഒരു താലൂക്കില് ഒരു ഗ്രാമത്തിനകത്തെ പുതുതായി തുടങ്ങിയ ശാഖയില് കൊച്ചുകുട്ടികളെ വട്ടത്തിലിരുത്തി സംസാരിക്കുമ്പോൾ അവരോട് ചോദിച്ചു, മാതൃഭൂമി എന്ന് കേട്ടിട്ടുണ്ടോ? എന്താ നമ്മുടെ മാതൃഭൂമി? അറിയുന്നവർ പറയൂ. അപ്പോൾ ഒരു കുട്ടി കൈ ഉയർത്തി. എനിക്ക് സന്തോഷമായി. എന്താ മാതൃഭൂമി? ആഴ്ചപ്പതിപ്പ് എന്ന്. അപ്പൊ അവന്റെ വീട്ടിൽ വരുന്ന ആഴ്ചപ്പതിപ്പിന്റെ പേര് ആണ് മാതൃഭൂമി. സ്വന്തം നാട് എന്നുള്ളതിൽ നിന്ന് വൈകാരികമായി നമ്മൾ വിളിച്ചിരുന്ന ഈ മാതൃഭൂമി സങ്കല്പം പുതിയ തലമുറ അകന്നു പോന്നിരിക്കുന്നു. പൊതുകാര്യങ്ങളിലൊന്നും താല്പര്യമില്ല, കുടുംബകാര്യങ്ങളിൽ താല്പര്യമില്ല, സാമൂഹിക കാര്യങ്ങളിൽ താല്പര്യമില്ല, ക്ഷേത്രകാര്യങ്ങളിൽ താല്പര്യമില്ല. എന്നാൽ പഠിപ്പിൽ താല്പര്യമുണ്ടോ? ഉണ്ടെന്നാണ് പറയുന്നത്. ശരിയാണ്, കുറേ വിഭാഗം നമ്മുടെ കുട്ടികൾ പഠിപ്പ് 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 മാത്രമായിട്ട് പോകുന്നു. പക്ഷെ പഠിപ്പ് മാത്രം ആയാൽ നാളെ ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഹോസ്റ്റലിൽ പോയി ചേരുന്ന നമ്മുടെ കുട്ടികൾ കാണിക്കുന്ന നികൃഷ്ടമായ മറ്റു കുട്ടികളോടുള്ള പെരുമാറ്റം നമ്മൾ കാണുന്നില്ലേ? ചില കോളേജുകളിലൊക്കെ നടക്കുന്നതായ റാഗിങ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒരു മനുഷ്യന് ചെയ്യാൻ സാധിക്കും? അവിടെയാണ് നമ്മളെപ്പോലുള്ള രക്ഷകർത്താക്കൾക്ക് ഈ വളർന്നു വരുന്ന ബാല്യത്തിന് തണലൊരുക്കാനുള്ള ബാധ്യതയുള്ളത്. അത് പ്രശംസനീയമായ തരത്തിൽ ചില മതപ്രസ്ഥാനങ്ങൾ നടത്തുന്നുണ്ട്. നമുക്ക് അഭിനന്ദിക്കാൻ തോന്നും. മുസ്ലിം മതവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാകും. കൊച്ചുകുട്ടികളെ തലയെ തൊപ്പി വെച്ചിട്ടോ തൊപ്പി വെക്കാതെയോ രാവിലെ തോളിൽ കൈയിട്ടിട്ട് അവരുടെ പള്ളികളിൽ മതപഠനത്തിൽ പോകുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ ദൂരെ ഒരു നാട്ടിൽ ജനിച്ച ഭാഷയിൽ അവരാശ്രയിക്കുന്നതായ മതതത്വങ്ങളെ പഠിക്കുന്നു. പഠിപ്പിക്കാനുള്ള സംവിധാനമുണ്ട്, അതിന് പരീക്ഷയുണ്ട്, അതിന് ഡിഗ്രിയുണ്ട്, ആ ഡിഗ്രിയിൽ പാസ്സായ അധ്യാപകരുണ്ട്, ഒരു കൃത്യമായ വ്യവസ്ഥയുണ്ട്. അവർക്ക് ശമ്പളമുണ്ട്, അവർക്ക് പെൻഷനുണ്ട്. മറ്റൊരു ക്രൈസ്തവ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളവും ഞായറാഴ്ചകളിൽ അവരുടെ പള്ളികളിൽ കുട്ടികൾക്ക് അവരുടെ പാരമ്പര്യവും സംസ്കാരവും മതബോധവും വളർത്താനുള്ള സൺഡേ ക്ലാസ്സുകൾ, കൃത്യമായ ക്ലാസ് ഉണ്ട്. സൺഡേ ക്ലാസ്സിൽ പങ്കെടുത്തില്ലെങ്കിൽ അവരുടെ ഇടവകയിൽ ആ കുട്ടിക്ക് ഒരു ന്യൂനതയുണ്ട്. അവിടുത്തെ സർട്ടിഫിക്കറ്റ് വേണം പല കാര്യങ്ങൾ. അത് പഠിപ്പിക്കുവാനുള്ള കന്യാസ്ത്രീകളുണ്ട്, പഠിപ്പിക്കുവാനുള്ള നാട്ടുകാരുണ്ട്. പക്ഷേ ഹിന്ദുക്കളുടെ സ്ഥിതി, അവരവർ ജനിച്ച ധർമ്മത്തെപ്പറ്റി, പാരമ്പര്യത്തെപ്പറ്റി, പ്രമാണങ്ങളെപ്പറ്റി, ഈശ്വരന്മാരെ പറ്റി, അവരെ പറ്റിയിട്ടുള്ള സ്തുതിഗീതങ്ങളെപ്പറ്റി, ശ്ലോകങ്ങളെപ്പറ്റി ഒന്നും അറിയില്ല. അതറിയേണ്ട ആവശ്യമില്ല, അറിഞ്ഞില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ മൂല്യങ്ങളിലേക്ക് മനുഷ്യനെ ഉയർത്തുന്ന ഇത്തരം കഥകളും വിശ്വാസങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ പുതിയ തലമുറ വളർന്നാൽ നമ്മൾ മൃഗസമാനമായി അധപ്പതിക്കും. അതിലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വേവലാതി കൊണ്ടാണ് നമ്മളെല്ലാം ചേർന്ന് ബാലഗോകുലങ്ങൾ നടത്തുന്നത്. ഉറപ്പാണ്, 43 വർഷമായി ഈ മൂളിയാറില് ബാലഗോകുലം എന്നൊരു പ്രവർത്തനം, അതിൻ്റെ സാപ്താഹിക ക്ലാസ്സുകൾ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സാംസ്കാരിക കേന്ദ്രത്തിൽ നിന്ന് ബോധം കിട്ടിയ കുട്ടികൾ വഴിപഴച്ചു പോകാതെ ഈ നാടിന് ആശ്രയമായും കരുത്തായും നിലകൊള്ളുന്നുണ്ടാകും. ശരി, ഒരു വലിയ കൂട്ടത്തിൽ നിന്ന് ചിലരൊക്കെ തെറ്റിപ്പോയേക്കാം. അത് മനുഷ്യ ജീവിതത്തിലോ ലോക ജീവിതത്തിലോ സ്വാഭാവികമാണ്. പക്ഷെ ബഹുഭൂരിപക്ഷം കുട്ടികൾ, ഞാൻ സംഘത്തിൻ്റെ പ്രചാരകനാണ്, RSSന്റെ ശാഖകളിലെ കൂടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ്. ചില പ്രദേശങ്ങളിൽ പോകുമ്പോൾ ശാഖയിൽ വരാത്ത കുട്ടികൾ, ആ കുട്ടികളെ നമ്മൾ വീട്ടിൽ കണ്ട് നമ്മൾ നമസ്ത പറയുമ്പോൾ നമ്മൾ എന്തോ അപരാധം ചെയ്ത പോലെയാണ് ആ കുട്ടികളുടെ മുഖം. വളരെ പുച്ഛത്തോടുകൂടിയോ അശ്രദ്ധയോടുകൂടിയോ വീട്ടിലേക്ക് കയറിപ്പോവാണ്, മുഖം തിരിച്ചിരിക്കുവാണ്. പക്ഷെ നമ്മുടെ ശാഖയിൽ വരുന്ന കുട്ടികൾ നമ്മൾ നമസ്കാരം പറയുമ്പോൾ തിരിച്ച് നമസ്കാരം പറയുന്നു, വിനയാന്വിതമായി പ്രവർത്തിക്കുന്നു, പെരുമാറുന്നു. ബാലഗോകുലങ്ങളിൽ പോകുന്ന കുട്ടികൾ, പ്രത്യേകിച്ചും പെൺകുട്ടികൾ, കാരണം സംഘത്തിന്റെ ശാഖയിൽ ആൺകുട്ടികൾക്ക് പ്രവേശനവും. അപ്പൊ നമ്മുടെ ഗ്രാമങ്ങളിൽ ഭഗവത്ഗീത പഠിക്കാൻ, കൃഷ്ണ ഭഗവാനെ മനസ്സിലാക്കാൻ
പുരാണ കഥകൾ മനസ്സിലാക്കാൻ, രാമായണം വായിക്കാൻ പഠിക്കാൻ, മലയാള ഭാഷയെ നന്നായി ഉച്ചരിക്കാനുള്ള നാവുരുളൽ എന്ന പരിപാടി ബാലഗോകുലത്തിന്റെ ക്ലാസ്സിലുണ്ട്. വളരെ ക്ലിഷ്ടങ്ങളായ മലയാള പദപ്രയോഗങ്ങളെ ഉച്ചരിച്ച് നാക്കിനെ ശരിയാക്കാനുള്ള കളികൾ, അതിന്റെ പേര് നാവുരുളൽ എന്നാണ്. അറയിലൊരു ഉറിയിലൊരു ഉരുളിയിൽ ഉരിപ്പാല്, അത് വേഗത്തിൽ പറയണം. അറയിലൊരു ഉരുളിയിൽ ഉരിപ്പാല്. ഇങ്ങനെ പലതും രസകരമായ കളികളിലൂടെ അവരുടെ മലയാള ഭാഷയിലുള്ള വിൽപ്പത്തി, മലയാള ഭാഷയിലുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. മലയാള ഭാഷയെ നമ്മൾ ഉപേക്ഷിച്ചു. അച്ഛനും അമ്മയല്ലാത്ത ഏത് പുരുഷനും അങ്കിളാണ്, അമ്മയല്ലാത്ത ഏത് സ്ത്രീയും ആണ്ടിയാണ്. ഒറ്റ തിളപ്പ് മതി തെങ്ങിനും കമുങ്ങിനും എല്ലാ മരത്തിനും. ഭാഷയുടെ പേരപ്പൻ, കൊച്ചച്ഛൻ, ചെറിയച്ഛൻ, വലിയച്ഛൻ, വലിയമ്മ, അമ്മായി, അമ്മ, ഇങ്ങനെയുള്ള അനവധി പദങ്ങൾ ഉണ്ടായിരുന്നു ബന്ധങ്ങളെ വിശേഷിപ്പിക്കാൻ. അതൊന്നും പുതിയ തലമുറക്ക് അറിയില്ല. അപ്പൊ ഇങ്ങനെ പാരമ്പര്യത്തിൽ നിന്ന് അകന്നു പോകുന്ന, പാരമ്പര്യത്തിൽ നിന്ന് അന്യമായി പോകുന്ന നമ്മുടെ പുതിയ തലമുറയെ പാരമ്പര്യത്തോട് ചേർത്ത് നിർത്താനുള്ള സാംസ്കാരിക കേന്ദ്രമാണ് ബാലഗോകുലം. അതിൻ്റെ കേന്ദ്ര തന്തുവാണ് കൃഷ്ണ ഭഗവാൻ. കാരണം ധർമ്മം എപ്പോൾ നശിക്കുന്നുവോ അപ്പോൾ ഞാൻ ധർമ്മത്തെ രക്ഷിക്കാൻ അവതരിക്കുമെന്ന് ഭഗവത്ഗീതയിലൂടെ നമുക്ക് കൃത്യമായി ആത്മവിശ്വാസം നൽകിയ കൃഷ്ണ ഭഗവാൻ. അത് ഭാരതത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണ ഭഗവാന്റെ പ്രസിദ്ധമായ വാക്ക്, എനിക്ക് തോന്നുന്നു ഭാഗ്യവശാൽ ഈ സാംസ്കാരിക സഭയിൽ അല്ലെങ്കിൽ ഈ ധാർമ്മിക സഭയിൽ വന്നു ചേർന്നവരെല്ലാം കുറെ കാലമായി ഈ ധാർമ്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്നവരായതുകൊണ്ട് നിങ്ങൾക്ക് ബഹുഭൂരിപക്ഷ പേർക്കും അത്രയെങ്കിലും അറിയായിരിക്കും ഭഗവത്ഗീതയിലെ. ഞാനൊന്ന് കൗതുകത്തിന് ചോദിക്കുകയാണ്, യഥാ യഥാ ഹി ധർമ്മസ്യ എന്ന് തുടങ്ങുന്ന ശ്ലോകം മുഴുവനും എനിക്ക് കാണാതെ അറിയാം. അങ്ങനെയുള്ള ഈ ശ്രോതാക്കളൊന്ന് കൈയുയർത്തു. ഞാൻ വിചാരിച്ചതുപോലെ ഈ വശത്തെ കൈകൾ പൊങ്ങിയിട്ടുള്ളൂ, ഈ വശത്ത് കുറവാണ്. അപകടമാണ്. ഒരു വാക്കുണ്ട്, കിണറ്റിലുണ്ടായിട്ട് വേണ്ടേ കൊട്ടക്കോരിയിൽ വരാൻ. കൊട്ടക്കോരി എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കുന്ന പാള കൊണ്ട് കുത്തിയ ഇന്നത്തെ ബക്കറ്റ്. ഇപ്പൊ നാട്ടുപുറത്തൊരു വാക്കുണ്ട്, കിണറ്റിലുണ്ടായിട്ട് വേണ്ടേ കൊട്ടക്കോരിയിൽ വരാൻ. ഈ ഭഗവത്ഗീത ശ്ലോകം അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞിട്ട് വേണ്ടേ മക്കൾക്കറിയാൻ. അപ്പൊ ബാലഗോകുലം തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് തോന്നാറുണ്ട് വൃദ്ധഗോകുലം ആദ്യം തുടങ്ങണം. ബാലന്മാരെ പഠിപ്പിക്കുന്നതിന് മുമ്പേ അവരുടെ അച്ഛനമ്മമാരെ സംസ്കരിക്കേണ്ട നിലയിൽ നമ്മൾ അതപ്പതിച്ചു. പക്ഷെ നമുക്ക് തൽക്കാലം ബാലഗോകുലത്തിലേക്ക് കേന്ദ്രീകരിക്കാം. അപ്പൊ ഈ ധർമ്മം നശിക്കുമ്പോൾ ഞാൻ അവതരിക്കുമെന്ന കൃഷ്ണ ഭഗവാന്റെ വാക്ക്, അത് നമ്മൾ നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗികനോ അധ്യക്ഷ പ്രാസംഗികനോ ആരോ പറഞ്ഞു, പൂർണ്ണാവതാരത്തിൽ രണ്ടാമത്തതാണ് കൃഷ്ണ ഭഗവാൻ എന്ന്, ഒന്നാമത്തത് ശ്രീരാമചന്ദ്ര ഭഗവാനാണ്. അപ്പൊ നമ്മുടെ ഹിന്ദു വിശ്വാസത്തിൽ അവതാരം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഇറങ്ങി വരവാണ്. എന്തിനാണ് ഇറങ്ങി വരുന്നത്? കൃത്യമായി ഭഗവാൻ പറഞ്ഞു, പരിത്രാണായ സാധൂന, സജ്ജനങ്ങളെ രക്ഷിക്കാൻ. സജ്ജനങ്ങളെ രക്ഷിക്കുന്നതിന്റെ പ്രീ കണ്ടീഷൻ എന്താണ്? വിനാശായ ദുഷ്കൃത, ദുഷ്കർമ്മം ചെയ്യുന്നവരോട് ഒരു കോംപ്രമൈസും ഇല്ല. നിങ്ങൾക്ക് വോട്ട് കൂടുതലുണ്ടല്ലോ അതുകൊണ്ട് നിങ്ങൾ ഇവിടെ തന്നെ നിന്നോളൂ, ഒന്നുമില്ല ഭഗവാൻ. ദുഷ്കർമ്മം ആരാണോ ചെയ്യുന്നത്, വിനാശായ ദുഷ്കൃത. പക്ഷേ നമ്മുടെ നാട് പുരോഗമിച്ച് പഹൽഗാമിൽ നമ്മുടെ നാട്ടുകാരെ വെടിവെച്ച് കൊന്നവരെ പ്രത്യേക ടെസ്റ്റിന് വിധേയമാക്കണമെന്ന് പറയുമ്പോൾ സുപ്രീം കോടതി പറയാണ് അവർക്ക് മനുഷ്യാവകാശമുണ്ട്, അതുകൊണ്ട് ആ ടെസ്റ്റിന് വിധേയമാക്കരുത്. അവരാണോ ഈ കുറ്റം ചെയ്തത് എന്ന് ആധുനിക ശാസ്ത്രത്തിന്റെ യന്ത്രസാമഗ്രികളുടെ വ്യവസ്ഥയിൽ അവരിൽ നിന്ന് ആ കുറ്റം ചെയ്ത മാനസികാവസ്ഥയെ അളന്നെടുക്കാനുള്ള യന്ത്രസാമഗ്രികൾ കൊണ്ട് അവരെ പരിശോധിക്കണം എന്ന് പറയുമ്പോൾ സുപ്രീം കോടതി പറയാണ് പാടില്ല, അവർക്ക് മനുഷ്യാവകാശം. ഇപ്പൊ വിനാശായ ദുഷ്കൃത എന്ന ഭഗവാന്റെ അവതാര ലക്ഷ്യം ഇന്ന് നടപ്പിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ദുഷ്കൃതന്മാർക്കാണ് ഇന്ന് സംരക്ഷണം. നമ്മുടെ കർത്തവ്യം കൂടുവാണ്.
അപ്പൊ പരിത്രാണായ സാധൂനാം എന്നുള്ളത് നടപ്പിലാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു അവതാരങ്ങൾ ഉണ്ടാകുന്നു. ഈ അവതാരങ്ങളെ നമ്മൾ മൂന്നായി തിരിച്ചിട്ടുണ്ട്: പൂർണ്ണാവതാരം, അംശാവതാരം, വിഭൂതി അവതാരം. രാമനും കൃഷ്ണനൊക്കെ പൂർണ്ണാവതാരമാണ്. ബുദ്ധഭഗവാനും ബലരാമനും അല്ലെങ്കിൽ മറ്റുള്ളതെല്ലാം തന്നെ അംശാവതാരങ്ങളാണ്. വിഭൂതികളാണ് ശ്രീരാമകൃഷ്ണ പരമഹംസനെ പോലുള്ളവർ, അമൃതാനന്ദമയി അമ്മയെ പോലുള്ളവർ. ഇങ്ങനെ ഭാരതം മുഴുവൻ നോക്കിയാൽ അനവധി മഹത്തുക്കൾ ജനിച്ചിട്ടാണ് ഈ ധർമ്മത്തെ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്.